ചേച്ചി ഞാൻ വീട് ഫുള്ള് കണ്ടു, അടിപൊളി. ഈ കളർ കോമ്പിനേഷൻ എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ പറ്റി എനിക്കൊന്ന് പറഞ്ഞുതരുമോ? എന്താ അറിയണ്ടേ? ഡിസൈനും പാറ്റേണും കബോർഡ് ആരാ ചെയ്തതും എല്ലാം വേണം. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു D-Cube and Brickline. അതായത് എന്റെ ഒറ്റ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വൈറ്റ് കിച്ചൺ വേണമെന്നായിരുന്നു. അതും ഈ മോൾഡിംഗ് പാറ്റേൺ ഉള്ള ഒരു വൈറ്റ് കിച്ചൺ. അവരുടെ ആദ്യത്തെ 3D ഡിസൈനിൽ ചെറിയൊരു കറക്ഷൻസേ വേണ്ടി വന്നുള്ളൂ. ബാക്കി എൻഡ് റിസൾട്ട് ആണിത്. ഈവൻ ടൈൽ സെലക്ട് ചെയ്യുന്നതും കബേർഡ്സും എല്ലാം അവരുടെ ഡിസൈൻ ആയിരുന്നു. എല്ലാ വീടുകളിലും നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നതാണ് ഈ കൗണ്ടർ ടോപ്പിൽ ഈ ഓവനും വാട്ടർ പ്യൂരിഫയറും എല്ലാം ഇരിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നും കാണത്തില്ലാത്ത രീതിയിലാണ്. അതില് ഞാൻ പറഞ്ഞ ഒരു സജഷൻ ആയിരുന്നു. D-Cubeനോട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, എനിക്ക് കൗണ്ടർ ടോപ്പ് ഷുഡ് ബി ബാരൻ, ഒരു സാധനം പോലും എനിക്ക് കൗണ്ടർ ടോപ്പിൽ കാണാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് മൈക്രോവേവ് ഇൻബിൽറ്റ് ആക്കിയതും. പിന്നെ നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ കിച്ചണിലുണ്ട് വാട്ടർ പ്യൂരിഫയർ ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഷട്ടറിനകത്താണ് വാട്ടർ പ്യൂരിഫയർ. അതിങ്ങനെ മുകളിലേക്ക് മുങ്ങിയാൽ മതി, വാട്ടർ പ്യൂരിഫയർ കാണാൻ പറ്റും. കുമളി പോലെയുള്ള സ്ഥലത്ത് എത്ര കാലമുണ്ടായി ഇങ്ങനെ ഒരു റെനോവേഷൻ പ്രൊജക്ട് തീർത്തെടുത്ത്? കാരണം കണ്ടീഷൻസ്, വെതർ അതെല്ലാം ഭയങ്കരമാണല്ലോ. അതൊരു ലൈക്ക് വെതർ നമുക്ക് എന്നും ഒരു പ്രശ്നമാണ്. കാരണം ഓൾമോസ്റ്റ് ഇയർ ഒരു 8 months നമുക്ക് മഴയാണ് ഇവിടെ. അതെ. അപ്പൊ അതെങ്ങനെ ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് ഇത്ര ടൈമില് കംപ്ലീറ്റ് ചെയ്യാൻ? അത് D-Cube ആണ് കേട്ടോ. ബിക്കോസ് അവർക്കൊരു ടൈം ലിമിറ്റ് കൊടുത്തിരുന്നു. കാരണം നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇത് പ്രൊജക്ടിന്റെ ടൈമില് നമ്മൾ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീട്ടിൽ നിന്ന് നമുക്കൊരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഇറങ്ങണമായിരുന്നു. അപ്പൊ നമ്മൾ ഇവർക്കൊരു ഡെഡ് ലൈൻ കൊടുത്തിരുന്നു, ഓഗസ്റ്റില് നമുക്ക് ഇതിനുള്ളിൽ കയറണം എന്ന്. സോ നമ്മൾ പറഞ്ഞതിനെക്കാട്ടിലും ബിഫോർ ഒരു 2 weeks മുന്നേ തന്നെ they completed the project. So all the credit goes to them.